എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ നമ്മുടെ ഷിയാനെ കാണിച്ചുകൊണ്ടാണ്. അവളാണെങ്കിൽ ആരും കാണാണ്ട് അവളുടെ വീട്ടിലായിട്ട് കയറി വരും. അവളങ്ങനെ നേരെ വന്നിട്ട് അവളുടെ ഡെസ്കിലായിട്ടിരുന്ന് പഠിക്കാനായിട്ട് തുടങ്ങും. പെട്ടെന്ന് തന്നെ അവളുടെ അമ്മ അവിടേക്ക് വരും. അവർ വന്നിട്ട് ചോദിക്കും, മോളെ നീ ഇതുവരെ ഉറങ്ങിയില്ലേ, നീ ഇത്രയും നേരം എന്തെടുക്കുക എന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഷിയാനാണെങ്കിൽ തടി തപ്പാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പറയും, ഞാൻ ഉടനെ തന്നെ കിടക്കാൻ പോകാമെന്നും പറഞ്ഞിട്ട് അവളാണെങ്കിൽ അവിടെ ഡയറി ഇരുന്ന് എഴുതാനായിട്ട് തുടങ്ങും. അവളതിൽ എഴുതി വെക്കുന്നത് തന്നെ ന്യൂ ഇയർ സമയത്ത് ആരുടെ കൂടെയാണോ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്നത്, നമ്മൾ അവരുടെ കൂടെ ലൈഫ് ലോങ് എപ്പോഴും ഉണ്ടാകുമെന്നല്ലേ പറയുന്നത്. ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് തന്നെ അത് സത്യമാവണേ എന്നാണ്. എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനെ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ഇങ്ങനെയൊക്കെ എഴുതിയിട്ട് നമ്മുടെ ഷിയാനാണെങ്കിൽ കിടന്ന് ഉറങ്ങും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസം രാവിലെ ഇവർ 4 ഫ്രണ്ട്സ് കൂടി ചേർന്നിട്ട് ഒരു ബ്രിഡ്ജിൻ്റെ അടുത്തായിട്ട് വരുന്നതാണ്. അവിടെ വന്നിട്ട് അവരാണെങ്കിൽ പേപ്പർ ലാൻഡേണിനകത്തായിട്ട് ഓരോ വിഷൊക്കെ എഴുതി പറത്തി വിടാനായിട്ട് നോക്കും. അവിടെ നമ്മളുടെ ഷദിയും ഷിയാനും അതേപോലെ തന്നെ സിക്കിയും സിയുവയും കൂടി ചേർന്നിട്ടാണ് എഴുതുന്നത്. അവിടെ നമ്മളുടെ ഷിയാനാണെങ്കിൽ സിയുവെ കാണാണ്ടാണ് ആ പേപ്പർ ലാൻഡേണിനകത്തായിട്ട് അവളുടെ വിഷ് എഴുതുന്നത്. എന്നിട്ടാണെങ്കിൽ രണ്ടുപേരും പറത്തി വിടാനായിട്ടിരുങ്ങും. അവിടെയാണെങ്കിൽ നമ്മളുടെ സിയുവെ ഷിയാനെടുത്ത് ചോദിക്കും, നീ എന്ത് വിഷാണ് ആഗ്രഹിച്ചതെന്ന്. എന്നാൽ നമ്മുടെ ഷിയാൻ പറയാൻ റെഡി ആയിരുന്നില്ല. അവൾ പറയും, അത് അടുത്ത തവണ ഞാൻ നിന്റെ ഡെസ്ക് മേറ്റ് ആവാൻ ആഗ്രഹിക്കുന്നില്ല, അങ്ങനൊരു വിഷയാണ് ഞാൻ എഴുതിയത് എന്ന്. ഉടനെ എന്നെ സിയുവെ ചോദിക്കും, ഇപ്പം ഞാൻ നിന്റെ ഡെസ്ക് മേറ്റ് ആയിട്ട് നിനക്ക് എന്തെങ്കിലും ശല്യമുണ്ടോ? ഉടനെ എന്നെ ഷിയാൻ പറയും, അങ്ങനെയൊന്നുമില്ല, എങ്കിലും ഞാൻ ഇങ്ങനൊരു ആഗ്രഹം വിചാരിച്ചെന്നേ ഉള്ളൂ എന്ന്. അവസാനം ഇവരാണെങ്കിൽ ആ സംഭവമൊക്കെ പറത്തി വിടും. അതിനകത്ത് നമുക്ക് കാണിക്കും, അതായത് നമ്മളുടെ ഷിയാനും അതേപോലെ തന്നെ സിയുവെ ആഗ്രഹിച്ചത് സെയിം വിഷയം തന്നെയായിരുന്നു. രണ്ടുപേരും അവരവരുടെ ഡെസ്ക് മേറ്റ് ആയിട്ടിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ഷദിയും അതേപോലെ തന്നെ ഷിയാനും കൂടി വീട്ടിലായിട്ട് വരുന്നതാണ്. പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസമാണെങ്കിൽ എക്സാമിനുള്ള എല്ലാ തയ്യാറെടുപ്പും എല്ലാവരും നടത്തുന്നതാണ്. അവിടെ നമ്മളുടെ ഷിയാനാണെങ്കിൽ അത്രയ്ക്ക് സുഖമില്ലായിരുന്നു, എങ്കിലും അവളുടെ എക്സാം ആണെങ്കിൽ നല്ലതുപോലെ എഴുതാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും. അങ്ങനെ നമ്മളുടെ സിയുവയും അവളെ നല്ലതുപോലെ സപ്പോർട്ട് ചെയ്യും. ഷിയാനാണെങ്കിൽ എക്സാമൊക്കെ എഴുതി കഴിഞ്ഞിട്ട് വയ്യാണ്ടിരിക്കുന്നതാണെന്നേ നമ്മളുടെ സിയുവെ പറയും, നീ വേഗം തന്നെ വീട്ടിലോട്ട് പോ, നീ മാർക്കിനെ പറ്റി ആലോചിച്ചൊന്നും ടെൻഷൻ അടിക്കണ്ട എന്ന്. അങ്ങനെ നമ്മളുടെ ഷിയാനാണെങ്കിൽ അവളുടെ വീട്ടിൽ വന്നിരുന്ന് റെസ്റ്റ് എടുക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ 2 ദിവസം കഴിയുന്നേ നമ്മളുടെ ഷിയാനെ കാണാൻ വേണ്ടിയിട്ട് സിയുവെ അവളുടെ വീട്ടിലായിട്ട് വരും. അവൻ വന്നിട്ട് അവളുടെ മാർക്കാണ് കൊടുക്കുന്നത്. ഷിയാനാണെങ്കിൽ മാർക്ക് കാണുന്നത് ഭയങ്കര സങ്കടമായിരുന്നു, അവൾക്ക് നല്ല മാർക്കൊന്നും ഇല്ല. അപ്പോൾ നമ്മളുടെ സിയുവെ ആണെങ്കിൽ അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ഓരോന്നൊക്കെ ഇങ്ങനെ പറയും. അവസാനം നമ്മളുടെ ഷിയാന് സന്തോഷമാവും. അവളാണെങ്കിൽ പറയും, സ്പ്രിംഗ് ടൈമിൽ ഞാൻ എൻ്റെ ഹോം ടൗണിലോട്ടാണ് പോകുന്നത്, പിന്നീട് ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ എന്ന്. സത്യം പറഞ്ഞാൽ ഇത് കേൾക്കുന്നേ നമ്മളുടെ സിയുവെ അങ്ങ് ഒരുമാതിരിയാവും. അവൻ പറയും, എങ്കിൽ പിന്നെ നീ പോയി അടിച്ചു പൊളിച്ചിട്ട് വാ, ഞാൻ നിനക്ക് എൻ്റെ നമ്പർ തരാം, നിനക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്ന്. ഇത് കാണുന്നേ ഷിയാന് നല്ല സന്തോഷം. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന സിയുവെ അവൻ്റെ വീട്ടിലായിട്ട് വരുന്നതാണ്. അവിടെ എത്തുന്നതും അവൻ്റെ അമ്മയും ഈ സ്പ്രിംഗ് ടൈമിന് വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവൻ വന്ന ഉടനെ സംസാരിക്കുന്ന മൊത്തം നമ്മളുടെ ഷിയാനെ പറ്റിയിട്ടാണ്. കൂട്ടത്തിൽ അവനാണെങ്കിൽ അവള് ഹോം ടൗണിൽ പോകുന്നതിനെ പറ്റിയും പറയും. ഇതവൻ്റെ അമ്മ ഓൾറെഡി അറിഞ്ഞായിരുന്നു. അപ്പോൾ നമ്മളുടെ സിയുവെ അവൻ്റെ അമ്മയെടുത്ത് ചോദിക്കും, ഷിയാൻ്റെ ഹോം ടൗണിലെ നമ്പർ അമ്മയുടെ കയ്യിലുണ്ടോ? ഇത് കേൾക്കുന്ന അവൻ്റെ അമ്മയാണെങ്കിൽ അന്തം വിട്ട് നോക്കിയിരിക്കും. എന്നിട്ട് പറയും, നീ അങ്ങനെ അധികം ആരുടെ സംസാരിക്കാതെയാണല്ലോ, പിന്നെ നിനക്ക് എന്തിനാ ഇപ്പോൾ ഷിയാൻ്റെ നമ്പർ? ഉടനെ എന്നെ സിയുവെ പറയും, അമ്മ എന്നെ തെറ്റിദ്ധരിക്കാനും വേണ്ട, ഞാൻ അവളുടെ നമ്പർ ചോദിച്ചത് എനിക്ക് വേണ്ടിയിട്ടൊന്നും അല്ല, ഷദിക്ക് അവളുടെ നമ്പർ വേണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് ചോദിച്ചതാ എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് അങ്ങ് പോകും. സത്യം പറഞ്ഞാൽ ഇവൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ഇത് കേൾക്കുന്ന അങ്ങ് ഭയങ്കര ചിരി വരും. അവരിങ്ങനെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിയാനാണെങ്കിൽ അവളുടെ ഹോം ടൗണിലായിട്ട് വരുന്നതാണ്. അവിടെയാണെങ്കിൽ ബൈക്കോം വന്ന് ഇവളുടെ അടുത്ത് ഒന്ന് സംസാരിക്കാനായിട്ട് ഒരുങ്ങും. അവൻ ചോദിക്കും, നിൻ്റെ ക്ലാസ്സൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ അവൾ പറയും, മാർക്കൊന്നും അത്ര രസമില്ലായിരുന്നു, എങ്കിലും എനിക്ക് ക്ലാസ്സും ഫ്രണ്ട്സിനെയൊക്കെ ഭയങ്കര ഇഷ്ടമായി എന്ന്. അവിടെ ബൈക്കോങ് ആണെങ്കിൽ ഇവളുടെ അടുത്ത് ചോദിക്കും, നീ എപ്പോഴും നിൻ്റെ ഡെസ്ക്മേറ്റിനെ പറ്റിയിട്ടാണല്ലോ എൻ്റെ അടുത്ത് സംസാരിക്കുന്നത്, എന്ത് പറ്റി, നിങ്ങൾ രണ്ടുപേരും ബെസ്റ്റ് ഫ്രണ്ട്സ് തന്നെയാണോ അതോ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഉടനെ എന്നെ ഷിയാൻ പറയും, അയ്യോ അവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണ്, അവൻ എൻ്റെ ഡെസ്ക് മേറ്റ് മാത്രമാ, നീ വേറൊന്നും ചിന്തിക്കണ്ട എന്ന്. അവിടെ ബൈക്കോങ് ആണെങ്കിൽ നമ്മളുടെ ഷിയാനെ ഫെസ്റ്റിവൽ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പുറത്തു പോകാൻ വിളിക്കും. ഉടനെ എന്നെ ഷിയാൻ പറയും, എനിക്ക് വീട്ടിൽ തന്നെ ഇരിക്കുന്നതാണ് ഇഷ്ടം, ഞാൻ ഇവിടെ ഇരുന്നോളാം എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ഇവള് ഫോണിൻ്റെ മുമ്പിലായിട്ടിരിക്കുന്നതാണ്. അവൾക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും നമ്മളുടെ സിയുവിനെ വിളിച്ച് ഫസ്റ്റ് തന്നെ വിഷ് ചെയ്യണം. സിയുവയും അവിടെ ഫസ്റ്റ് തന്നെ ഷിയാനെ വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അവസാനം നമ്മളുടെ സിയുവെ തന്നെ രണ്ടും കൽപ്പിച്ച് ഷിയാനെ അങ്ങ് കോൾ ചെയ്യും. അവിടെ അവർക്ക് രണ്ടുപേർക്ക് സന്തോഷം. നമ്മളുടെ സിയുവെ ആണെങ്കിൽ ഷിയാനെടുത്ത് പറയും, അടുത്ത സെമസ്റ്ററിൽ നീ തന്നെയായിരിക്കും എൻ്റെ ഡെസ്ക് മേറ്റ് എന്ന്. ഇത് കേൾക്കുന്ന ഷിയാന് ഭയങ്കര സന്തോഷം. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കറക്റ്റായിട്ട് അവിടോട്ട് ബൈക്കോങ് വരും. അവനും ആണെങ്കിൽ ഇവളുടെ അടുത്ത് വിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. എന്നാൽ ഇവളിങ്ങനെ സംസാരിക്കുന്ന കേൾക്കുന്ന അവനങ്ങ് ഒരുമാതിരിയാവും. അവനവിടെ നിന്ന് മിണ്ടാതെ അങ്ങ് പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ഷിയാനാണെങ്കിൽ അവളുടെ
നമ്മളുടെ വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് സ്കൂളിലായിട്ട് വരുന്നതാണ്. ക്ലാസ് കാണുന്നതും അവൾ ഭയങ്കരമായിട്ട് സർപ്രൈസ്ഡ് ആയിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ CEO പറഞ്ഞതുപോലെ തന്നെ അവരുടെ സീറ്റൊന്നും ചേഞ്ച് ആയിട്ടില്ല, പഴയ സീറ്റിൽ തന്നെയാണ് അവരെല്ലാവരും ഇരിക്കുന്നത്. ഷിയാൻ അങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ വരുന്നതും നമ്മളുടെ CEO പറയും, ഞാൻ നിൻ്റെ അടുത്ത് മുന്നേ വാക്ക് പറഞ്ഞേലേ നമ്മളുടെ സീറ്റ് ചേഞ്ച് ആവത്തില്ല എന്ന്. ഇവിടെ നമ്മളുടെ CEO ആണെങ്കിൽ ഷിയാൻ്റെ കൂടെ ഇരിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം അവൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് 2-3 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ മനഃപൂർവ്വം തെറ്റിച്ചാണ് എഴുതിയത്. ഇതറിയുന്നേ നമ്മളുടെ ഷിയാന് ഭയങ്കര സന്തോഷമാവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഷിയാനാണെങ്കിൽ CEO വിളിച്ചുകൊണ്ട് ഒരു റെസ്റ്റോറൻറ്റിലായിട്ട് വരുന്നതാണ്. അവനാണെങ്കിൽ നല്ല നല്ല ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കും. CEO ആണെങ്കിൽ അവിടെ ചോദിക്കും, നീ എന്തിനാ ഇത്രയും നല്ലൊരു ഹോട്ടലായിട്ട് എന്നെ വിളിച്ചുകൊണ്ട് വന്നത്, ഇത്രയും ഫുഡ് ഓർഡർ ചെയ്തതിൻ്റെ കാര്യം എന്തോ? അവിടെ നമ്മളുടെ ഷിയാൻ പറയും, ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ് അതുകൊണ്ടായിരുന്നു. ഉടനെ തന്നെ നമ്മുടെ CEO ആണെങ്കിൽ അവിടെ ചോദിക്കും, ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് വാങ്ങി തരട്ടെ. എന്നാൽ നമ്മളുടെ ഷിയാനാണെങ്കിൽ അതിന് സമ്മതിക്കത്തില്ല. അവൾ പറയും, അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യവും ഇല്ല എന്ന്. എന്നാൽ നമ്മളുടെ CEO അങ്ങനെ അടങ്ങിയൊന്നും ഇരിക്കത്തില്ല. അവനാണെങ്കിൽ ഇവളെ വിളിച്ചുകൊണ്ടൊരു പ്ലാനറ്റേറിയത്തിലായിട്ട് വരും. എന്നിട്ട് അവക്കാണെങ്കിൽ അവളുടെ നക്ഷത്രത്തിലുള്ള സ്റ്റാർ എങ്ങനെയായിരിക്കുന്നതെന്ന് കാണിച്ചു കൊടുക്കും. ഇത് കാണുന്നതിന് നമ്മളുടെ ഷിയാന് ഭയങ്കര സന്തോഷമാവും. അവളാണെങ്കിൽ ചോദിക്കും, നിന്റെ നക്ഷത്രം എങ്ങനെ ഇരിക്കുന്നതെന്ന് കൂടി എനിക്ക് കാണിച്ചു തരുമോ? അങ്ങനെ നമ്മളുടെ CEO ആണെങ്കിൽ അവൻ്റെ നക്ഷത്രവും കാണിച്ചു കൊടുക്കും. രണ്ടുപേരും നല്ലതുപോലെ എൻജോയ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസം ക്ലാസ്സിലെത്തുന്നത് നമ്മുടെ ഷദ്ദയാണെങ്കിൽ ഷിയാന് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതാണ്. ഈ ഗിഫ്റ്റ് കാണുന്നേ നമ്മളുടെ ഷിയാൻ പറയും, എനിക്ക് ഇത്രയും വലിയ ഗിഫ്റ്റിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന്. എന്നാൽ ഷദ്ദയാണെങ്കിൽ വാശി പിടിച്ച് അവളുടെ കയ്യിലായിട്ട് അതങ്ങ് വെച്ചു കൊടുക്കും. അതേപോലെ തന്നെ നമ്മളുടെ CEOയും സിക്കയും കൂടി വന്നിട്ട് ഇവളുമാർ രണ്ടുപേരത്തോട് പറയും, അതെ നിങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ ഡ്യൂട്ടി ഒന്ന് ചെയ്യുമോ? ഇന്ന് ക്ലാസ് റൂം വൃത്തിയാക്കേണ്ട ഞങ്ങളാണ്, ഞങ്ങൾക്ക് പക്ഷേ ഗെയിം കളിച്ചേ പറ്റത്തുള്ളൂ. അവസാനം നമ്മളുടെ ഷിയാനും അതേപോലെ തന്നെ ഷദ്ദയും കൂടി ചേർന്നിട്ട് ക്ലാസ് റൂമൊക്കെ വൃത്തിയാക്കാനായിട്ട് തുടങ്ങും. അവർ രണ്ടുപേരും ഓരോരോ കാര്യങ്ങളൊക്കെ പറയും. നമ്മുടെ ഷിയാനാണെങ്കിൽ ഷദ്ദയ്ക്ക് ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കും. എന്നിട്ട് പറയും, ഇത് ഞാൻ CEOയുടെ ബർത്ത്ഡേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വരച്ചു വെച്ചതാണ്, ഇത് അവൻ്റെ സ്റ്റാറിൻ്റെ തന്നെ ഫോട്ടോയാ എന്ന്. ഇത് കാണുന്നേ ഷദ്ദി പറയും, നല്ല രസമുണ്ട്, ഇത് ഉറപ്പായിട്ടും അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുക എന്ന്. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് കിക്കി എന്ന് പറയുന്നൊരു പെങ്കൊച്ചു വരും. അവൾ വന്നിട്ട് നമ്മളുടെ ഷിയാനെ കണ്ടിട്ട് ചോദിക്കും, നീ CEOയുടെ ഡെസ്ക്മേറ്റ് അല്ലേ, എനിക്ക് വേണ്ടി നീ ഒരു ഹെൽപ്പ് ചെയ്യോ, ഈ ലെറ്റർ ഒന്ന് അവന് കൊടുക്കുമോ എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഷിയാൻ്റെ കയ്യിലായിട്ട് ഒരു ലെറ്റർ എടുത്ത് കൊടുത്തിട്ട് ആ പെണ്ണ് അവിടെ എന്നങ്ങ് പോകും. ഇത് കാണുന്നേ നമ്മുടെ ഷദ്ദിക്ക് അങ്ങോട്ട് അത്ര ഇഷ്ടപ്പെടത്തില്ല. അവളാണെങ്കിൽ പറയും, നീ എന്തിനാ ആ പെണ്ണ് എന്ന ലെറ്റർ അങ്ങോട്ട് വാങ്ങിക്കാൻ നിന്നത്, നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ, നിനക്ക് പറ്റത്തില്ല എന്ന്. എന്നാൽ നമ്മുടെ ഷിയാൻ പറയും, അതെങ്ങനെ ഞാൻ പറയും, അവൾ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോയതല്ലേ. ഉടനെ തന്നെ ഷദ്ദി പറയും, ഈ ലെറ്റർ ഒരിക്കലും CEOയുടെ കയ്യിൽ എത്താൻ പാടില്ല, അതിനെ നമുക്കങ്ങ് നശിപ്പിച്ച് കളയാം. എന്നാൽ നമ്മുടെ ഷിയാനാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ റെഡി ആയിരുന്നില്ല. ഉടനെ തന്നെ ഷദ്ദി ആണെങ്കിൽ ഷിയാൻ്റെ കയ്യിൽ നിന്ന് ആ ലെറ്റർ വാങ്ങിച്ച് അതങ്ങ് കീറിക്കളയും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷദ്ദിക്ക് നല്ലതുപോലെ അറിയാം ഷിയാന് നമ്മളുടെ CEOനെ ഭയങ്കര ഇഷ്ടമായെന്ന്. എന്നാൽ നമ്മുടെ ഷിയാൻ അത് അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിരുന്നില്ല. അവളാണെങ്കിൽ അവിടെ നമ്മുടെ ഈ ഷദ്ദിനെ നല്ലതുപോലെ വഴക്കുറയും, നീ എന്ത് പരിപാടിയായി കാണിച്ചത്, ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് രണ്ടെണ്ണം മിണ്ടാണ്ടിരിക്കും. അവസാനം ഷദ്ദി പറയും, ഞാൻ നിൻ്റെ കൂടെ കൂടുന്നില്ല എന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് മാറി എങ്ങ് പോകും. അങ്ങനെ രണ്ടെണ്ണത്തിൻ്റെ സീറ്റിലായിട്ട് വന്നിരിക്കും. അതേസമയം തന്നെ അവിടെയായിട്ട് നമ്മളുടെ CEOയും അതേപോലെ സിക്കിയും വരും. രണ്ടുപേരും ഇവരെ കാണുന്നേ ചോദിക്കും, നിങ്ങൾക്ക് രണ്ടുപേർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്ത് പറ്റിയെന്ന്. എന്നാൽ രണ്ടെണ്ണം ഒന്നും പറയാൻ റെഡി ആയിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഷിയാനും അതേപോലെ തന്നെ CEOയും കൂടി തിരിച്ച് വീട്ടിലായിട്ട് പോകുന്നതാണ്. ഷിയാനാണെങ്കിൽ അവിടെ CEO എടുത്ത് പറയും, ഇനി മുതൽ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് സ്കൂളിൽ പോവുകയും വരെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാവരും നമ്മളെപ്പറ്റി മോശമായിട്ടാണ് ചിന്തിക്കുന്നത്, പലരും പല റൂമേഴ്സും പറഞ്ഞുണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ട് നമുക്കിനി കുറച്ച് ശ്രദ്ധിച്ചിരുന്നേ പറ്റത്തുള്ളൂ. ഇത് കേൾക്കുന്നേ നമ്മളുടെ CEO അങ്ങ് ഒരുമാതിരിയാവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഷിയാനാണെങ്കിൽ രാത്രി വന്നിട്ട് നമ്മളുടെ ഷദ്ദിയാണെങ്കിൽ കീറിക്കളഞ്ഞ ആ ലെറ്റർ ഇല്ലേ, ആ ലെറ്ററിനെ അവളുടെ ഹാൻഡ് റൈറ്റിങ്ങിലായിട്ട് ഒരു ഫ്രഷ് പേപ്പറിൽ എഴുതുന്നതാണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം രാവിലെ നമ്മളുടെ CEO എത്തുന്നത് അവൻ്റെ ഡെസ്കിൻ്റെ അടിയിലായിട്ട് അവൾ ഈ ലെറ്റർ വെച്ചേക്കും. ഈ ലെറ്റർ നമ്മളുടെ CEO എടുത്ത് വെച്ച് നോക്കുമ്പോൾ എന്തുവാ, അതിനകത്തുള്ള ഹാൻഡ് റൈറ്റിങ്ങും നമ്മളുടെ ഷിയാൻ്റെ ഹാൻഡ് റൈറ്റിങ്ങും സെയിം ആയിട്ടായിരിക്കുന്നത്. ഇത് കാണുന്നതും CEOയ്ക്ക് ഭയങ്കര സന്തോഷവും. അവനാണെങ്കിൽ ആ ലെറ്റർ നോക്കി ഒന്ന് ചിരിച്ചിട്ട് ആ ലെറ്റർ അങ്ങ് അകത്ത് വെക്കും. നമ്മുടെ ഷിയാനെ ആണെങ്കിൽ ഷദ്ദി നല്ലതുപോലെ അവോയ്ഡ് ചെയ്യുമായിരുന്നു. ലഞ്ച് ടൈം ആയപ്പോഴും അവളാണെങ്കിൽ ഷിയാൻ്റെ കൂടെ ഫുഡ് കഴിക്കാണ്ട് വേറെ ഏതൊരു പെങ്കൊച്ചിൻ്റെ കൂടെ ഫുഡ് കഴിക്കാൻ പോകുന്നത്. PT ടൈമിലായിരുന്ന കൂടി ഷദ്ദി അവളെ നല്ലതുപോലെ അവോയ്ഡ് ചെയ്ത് വേറൊരു പെണ്ണുമായിട്ട് പേറപ്പായിട്ട് ഫിറ്റ്നസിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഷിയാൻ വേറൊരു ചെറുക്കനുമായിട്ടാണ് പേറപ്പ് ആവുന്നത്. ഇത് കാണുന്നത് നമ്മുടെ CEOയ്ക്ക് നല്ലതുപോലെ ജലസാവും. അവനാണെങ്കിൽ ഭയങ്കരമായിട്ട് നെർവസായി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അവനാണെങ്കിൽ മനസ്സമാധാനേ ഉണ്ടായിരുന്നില്ല. നമ്മളുടെ ഷിയാനാണെങ്കിൽ വേറൊരു ചെറുക്കൻ്റെ കൂടെ ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുന്ന കണ്ടിട്ട് അവസാനം അവൻ മനസ്സും എടുത്ത് അവിടെ നിന്ന് അങ്ങ് പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഷിയാനാണെങ്കിൽ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ നേരത്ത് ആ കിക്കി ആണെങ്കിൽ വീണ്ടും അവളെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അവൾ വന്നിട്ട് നമ്മുടെ ഷിയാൻ്റെ കയ്യിലായിട്ട് ഒരു
ചോക്ലേറ്റിൻ്റെ ബോക്സ് കൊടുക്കും. എന്നിട്ട് പറയും ഇത് നീ CEO-ക്ക് കൊടുക്കണം എന്ന്. ഇത്തവണ നമ്മുടെ പാവപ്പെട്ട ഷിയാനാണെങ്കിൽ അവളുടെ അടുത്ത് പറ്റത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല. അവസാനം നമ്മുടെ ഷിയാനാണെങ്കിൽ അതിനങ്ങ് സമ്മതിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന രാത്രി സമയത്താണെങ്കിൽ നമ്മളുടെ CEO-യെ അവൻ്റെ വീട്ടിലായിട്ട് വന്നിട്ട് ആ ലെറ്റർ വായിച്ച് നോക്കുന്നതാണ്. ലെറ്റർ വായിക്കുന്ന അവന് ഭയങ്കര സന്തോഷമാണ്. അവൻ നല്ലതുപോലെ ചിരിക്കാനായിട്ട് തുടങ്ങും. എന്താണെന്ന് വെച്ചാൽ അവൻ വിചാരിച്ചു വെച്ചേക്കുന്നത് ഈ ലെറ്റർ എഴുതിയത് ഷിയാനാണ് എന്നല്ലേ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസം രാവിലെ നമ്മളുടെ CEO ആണെങ്കിൽ ഷിയാനെ കാണാൻ വേണ്ടിയിട്ട് ക്ലാസ്സിലെത്തുന്നേ. അവൾക്ക് വേണ്ടിയിട്ടൊരു ഗിഫ്റ്റ് വാങ്ങിച്ചുകൊണ്ട് വരും. അവൻ ആ ഗിഫ്റ്റ് അവൾക്കായിട്ട് കൊടുക്കും. പെട്ടെന്ന് തന്നെ അവനാണെങ്കിൽ അവൻ്റെ ഡെസ്കിൻ്റെ കീഴിലായിട്ട് ഒരു ചോക്ലേറ്റിൻ്റെ ബോക്സ് ഇരിക്കുന്നതാണ്. അവനാണെങ്കിൽ ആ ചോക്ലേറ്റിൻ്റെ ബോക്സ് എടുത്തിട്ട് നമ്മുടെ ഷിയാനെയാണ് നോക്കുന്നത്. ഷിയാനാണെങ്കിൽ ആ ചോക്ലേറ്റ് അവൾ തന്നതല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്നതിന് മുന്നേ ആയിട്ട് തന്നെ നമ്മുടെ ഷത്തിയാണെങ്കിൽ ഇടയിൽ കയറി പറയും അത് ഷിയാൻ വെച്ചതൊന്നുമല്ല, അപ്പുറത്തെ ക്ലാസ്സിലെ കിക്കി എന്ന് പറയുന്ന പെങ്കൊച്ച് നിനക്ക് വേണ്ടി തരാൻ ഷിയാനെ ഏൽപ്പിച്ച സാധനമായെന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ CEO-ക്ക് ഭയങ്കര ദേഷ്യം വരും. അവനാണെങ്കിൽ വേഗം തന്നെ ഷിയാനെ വിളിച്ചുകൊണ്ട് ടെറസിന്റെ മുകളിലായിട്ട് വരും. എന്നിട്ട് നമ്മുടെ CEO ആണെങ്കിൽ ഷിയാനെ നല്ലതുപോലെ വഴക്ക് പറയും. അവൻ ചോദിക്കും നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത്, നിനക്ക് അങ്ങനെയൊന്നും ചെയ്യേണ്ട യാതൊരു ആവശ്യവും ഇല്ലായിരുന്നു, എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, മര്യാദയ്ക്ക് ഇനി മേലെ ഇങ്ങനൊന്നും കാണിക്കരുതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ CEO അവിടെ അങ്ങ് പോകും. കൂട്ടത്തിൽ അവൻ്റെ കയ്യിരുന്ന ആ ചോക്ലേറ്റിൻ്റെ ബോക്സില്ലേ അത് നമ്മുടെ ഷിയാൻ്റെ കയ്യിലായിട്ടും കൊടുക്കും. സത്യം പറഞ്ഞാൽ ഷിയാനാണെങ്കിൽ നല്ല സങ്കടം ഉണ്ടായിരുന്നു. അവൾ അവിടെ നിന്ന് നല്ല വിഷമിച്ച് കരയാനായിട്ട് തുടങ്ങും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഷിയാൻ അവളുടെ ക്ലാസ്സിലായിട്ട് വന്നിരിക്കുന്നതാണ്. അവളുടെ അടുത്താണെങ്കിൽ ഇപ്പൊ ക്ലാസ്സിലുള്ള വേറെ ആരും തന്നെ മിണ്ടുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസം സ്പോർട്സിന്റെ ഒരു കോമ്പറ്റീഷൻ നടക്കുന്നതാണ്. അവിടെയാണെങ്കിൽ നമ്മളുടെ ഷിയാനാണെങ്കിൽ പോസ്റ്ററൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവിടെയായിട്ട് കിക്കി വരും. എന്നിട്ട് അവളാണെങ്കിൽ പറയും എന്തായിരുന്നാലും നീ ഞാൻ തന്നെ ആ ചോക്ലേറ്റ് CEO-ക്ക് കൊടുത്തല്ലോ, അതുകൊണ്ട് എനിക്ക് നല്ല സന്തോഷമുണ്ട്, ഇനിയും എനിക്ക് ഇതേപോലത്തെ സഹായങ്ങളൊക്കെ ചെയ്തു തരണേ. ഷിയാനാണെങ്കിൽ അവിടെ പറയും അതായത് നീ ആദ്യമേ തന്ന ലെറ്റർ എൻ്റെ കയ്യിൽ നിന്ന് ജസ്റ്റ് ഒന്ന് കീറിപ്പോയായിരുന്നു, അങ്ങനെ ഞാൻ അതിനെ റീറൈറ്റ് ചെയ്തിട്ടാണ് അവന് കൊടുത്തത് എന്ന്. ഉടനെ എന്നെ കിക്കി പറയും അതിലൊന്നും യാതൊരു പ്രശ്നവും ഇല്ല, എനിക്കതിലൊന്നും പരാതിയില്ല, എന്തായിരുന്നാലും നമുക്ക് രണ്ടുപേർക്കും ഇനി നല്ല ഫ്രണ്ട്സ് ആവാം, ഇനി മുതൽ ഉച്ചയ്ക്ക് ഞാൻ നിൻ്റെ കൂടെ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് കിക്കി അവിടെ എന്നങ്ങ് പോവും. ഇവിടെ നമ്മളുടെ ഷിയാനാണെങ്കിൽ അതും എതിർത്തൊന്നും പറയാൻ പറ്റത്തില്ല. സത്യം പറഞ്ഞാൽ ഇവരിങ്ങനെ സംസാരിക്കുന്നതെല്ലാം താഴെ ഇരുന്നിട്ട് ഷതിയും കേട്ടോണ്ടിരിക്കുക. അവക്കങ്ങ് ഒരുമാതിരിയാവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ CEO ആണെങ്കിൽ റേസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വരുന്നതാണ്. അവനെ കാണാൻ വേണ്ടിയിട്ട് ഷിയാൻ അവളുടെ കയ്യിലായിട്ടൊരു ബോട്ടിലും പിടിച്ചുകൊണ്ട് നിൽക്കും. എന്നാൽ നമ്മളുടെ CEO-ക്കാണെങ്കിൽ ബോട്ടിലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് മറ്റേ ആ പോപ്പുലറായിട്ടുള്ള പെണ്ണില്ലേ ആ പെണ്ണ് അവിടെ മുമ്പന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു. അവൾ നമ്മുടെ CEO-നെ നല്ലതുപോലെ ട്രീറ്റ് ചെയ്യും. ഇത് കാണുന്നതും ഷിയാനങ്ങ് ഒരുമാതിരിയാവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഷിയാനാണെങ്കിൽ രാത്രി അവളുടെ വീട്ടിൽ വന്നിട്ട് ഡയറി എഴുതുന്നതാണ്. അവളാണെങ്കിൽ വിചാരിക്കും എങ്കിലും ഞാൻ എന്താ ഇങ്ങനെ ആയിപ്പോയത്, എനിക്കെന്താ ആരെടുത്തും നോ പറയാൻ പറ്റാത്തതെന്ന്. അവൾ വിചാരിക്കും ഞാൻ നോ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് എന്തെല്ലാം കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം നമ്മളുടെ CEO-യും അതേപോലെ തന്നെ സിക്കിയും കൂടി ചേർന്നിട്ട് ഒരു ഗ്രൗണ്ടിലായിട്ട് വന്നിരുന്ന് ഗെയിമൊക്കെ കളിക്കുന്നതാണ്. അതേ ഗ്രൗണ്ടിലായിട്ട് തന്നെ നമ്മുടെ ഷിയാനും വരും. അവളാണെങ്കിൽ അവിടെ നിന്ന് ഡ്രോയിങ് ചെയ്യുക ചെയ്യുന്നത്. അവളിവിടെ വന്നത് തന്നെ അവളുടെ അനിയൻ്റെ കൂടെയാണ്. പെട്ടെന്ന് തന്നെ അവളുടെ അനിയൻ്റെ ഒരു നിലവിളി കേൾക്കും. ഷിയാൻ അങ്ങനെ അവിടെ ഓടി ചെല്ലുമ്പോൾ ഏതോ രണ്ട് ചെറുക്കന്മാർ ഇറന്നിട്ട് അവളുടെ അനിയനെ നല്ലതുപോലെ ബുള്ളി ചെയ്യുമായിരുന്നു. അവളാണെങ്കിൽ വന്നിട്ട് അവളുടെ അനിയൻ്റെ അടുത്ത് ചോദിക്കും നീ എന്താ അവന്മാരോട് അടി കൂടാനേ എന്ന്. അങ്ങനെ ഷിയാൻ അവളുടെ അനിയനെയും കൊണ്ട് തിരിച്ച് അവൾ ഇരുന്ന സ്ഥലത്തായിട്ട് വരുമ്പോൾ എന്തുവാ അവിടെ നോക്കുമ്പോൾ അവിടെ എങ്ങനെ നമ്മളുടെ CEO-നെയും അതേപോലെ തന്നെ സിക്കിനെയും ഒന്നും കാണത്തില്ല. അങ്ങനെ അവളെ വീട്ടിൽ വന്നിട്ട് അവളുടെ അനിയൻ്റെ അടുത്ത് പറയും നിനക്ക് ഈ വീട്ടിൽ 100 നാവാണല്ലോ, നീ എന്താ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഒരുമാതിരി പൂച്ചകളെ പോലെ ആവുന്നത്, നീ ഡബിൾ ഫേസ്ഡ് ആണ്. ഇത് കേൾക്കുന്ന അവളുടെ അനിയൻ പറയും നിന്നെ പോലെ തന്നെ ഞാനും, നീയും വലിയ വ്യത്യാസമൊന്നും അല്ല എന്ന്. ഇത് കേൾക്കുന്ന ഷിയാൻ എന്ത് പറയണമെന്ന് അറിയത്തില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ CEO ആണെങ്കിൽ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ അവൻ്റെ ബർത്ത്ഡേ പാർട്ടി ആഘോഷിക്കുന്നതാണ്. അവിടെ അവൻ്റെ എല്ലാ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. ഉടനെ തന്നെ സിക്കി അവൻ്റെ അടുത്ത് ചോദിക്കും നീ ഷിയാനെ ഇൻവൈറ്റ് ചെയ്തില്ലേ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിലുള്ള പ്രശ്നം ഇതുവരെ സോൾവ് ആയില്ലേ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ CEO അധികം ഒന്നും പറയാൻ നിൽക്കത്തില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഷിയാനെയാണ്. അവളാണെങ്കിൽ അവളുടെ വീട്ടിൽ വന്നിരുന്ന് പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ആ പേപ്പർ എടുക്കുന്നേ. അതിൻ്റെ പുറകിലായിട്ട് നമ്മുടെ CEO അവൾക്ക് വേണ്ടിയിട്ട് അവൻ്റെ ബർത്ത്ഡേ പാർട്ടി എവിടെയാണോ നടക്കുന്നത് അവിടുത്തെ അവർ അഡ്രസ്സ് എഴുതിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവളെ അതിനകത്ത് ഇൻവൈറ്റും ചെയ്തിട്ടുണ്ട്. ഇത് കാണുന്നേ ഷിയാൻ പെട്ടെന്ന് തന്നെ ഷോക്കായിട്ട് വേഗം തന്നെ അവന് കൊടുക്കാനുള്ള ഗിഫ്റ്റുമായിട്ട് ആ സ്ഥലത്തായിട്ട് ഓടിയെത്തും. അവിടെ നമ്മളുടെ CEO ഷിയാന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുക. അവസാനം ഇവളെ കാണാഞ്ഞ് CEO ആണെങ്കിൽ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ അവൻ്റെ ബർത്ത്ഡേ പാർട്ടി സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ഷിയാൻ അവിടെ എത്തിച്ചേരുന്നതാണ്. പക്ഷെ അവൾ അവിടെ എത്തുന്നത് അവിടെ എങ്ങും ആരും തന്നെ ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ അവിടേക്ക് CEO വരും. ഉടനെ തന്നെ ഷിയാനാണെങ്കിൽ CEO എടുത്ത് സോറി പറയും. അപ്പോൾ നമ്മളുടെ CEO ചോദിക്കും നീ ഇപ്പം എന്തിനാ എൻ്റെ അടുത്ത് സോറി പറഞ്ഞത്, നീ ലേറ്റായിട്ട് വന്നേനാണോ അതോ എൻ്റെ കൂടെ അടി കൂടിയാനാണോ? ഇത് കേൾക്കുന്നേ ഷിയാൻ പറയും ഞാൻ 2 കാര്യത്തിനും കൂടി ആയിട്ടാണ് ഇപ്പം നിൻ്റെ അടുത്ത്
സോറി പറഞ്ഞേ എന്ന്. അങ്ങനെ രണ്ടുപേരോട് ചേർന്നിട്ട് കേക്കൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. അവിടെ നമ്മുടെ CEO ആണെങ്കിൽ ഷിയാന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞു പീസ് കേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മുടെ ഷിയാനാണെങ്കിൽ CEOയ്ക്ക് അവൾ വരച്ച് ആ പെയിൻറ്റിങ് എടുത്ത് കൊടുക്കും. ഇത് കാണുന്നേ CEOയ്ക്ക് ഭയങ്കര സന്തോഷമാവും. കൂട്ടത്തിൽ തന്നെ അവനാണെങ്കിൽ തിരിച്ച് നമ്മുടെ ഷിയാനും ഒരു ഗിഫ്റ്റ് കൊടുക്കും. അത് നോക്കുമ്പോൾ എന്തോ ഒരു മൊബൈൽ ഫോണായിരുന്നു. ഉടനെ എന്നെ ഷിയാൻ പറയും ഇതെനിക്ക് വേണ്ട, ഇത് ഭയങ്കര എക്സ്പെൻസീവായെന്ന്. ഉടനെ എന്നെ CEO പറയും നീ ഇത് തൽക്കാലത്തേക്ക് വെച്ചോ, ഞാനാണെങ്കിൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നടത്തിയ ആ ഒരു കോമ്പറ്റീഷനല്ലേ അതിനകത്ത് ജയിച്ചിട്ട് വാങ്ങിയ ഫോണാണിത്. എന്തായിരുന്നാലും നിന്റെ പേരൻസ് നിനക്ക് പുതിയ മൊബൈൽ ഫോൺ വാങ്ങിച്ചു തരുമ്പോൾ നീ ഇത് തിരിച്ചു തന്നാൽ മതി. അങ്ങനെ നമ്മുടെ ഷിയാനാണെങ്കിൽ അതങ്ങ് അക്സെപ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ഷിയാനാണെങ്കിൽ അടുത്ത ദിവസം രാവിലെ ഉറക്കൊഴുന്നേക്കുന്നതാണ്. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് അവളുടെ അച്ഛൻ വന്നിട്ട് ചോദിക്കും മോളെ നിനക്ക് സ്കൂളിൽ പോകണ്ടേ, നീ എഴുന്നേക്കുന്നില്ലേ എന്ന്. അതേസമയം തന്നെ നമ്മളുടെ CEO ആണെങ്കിൽ അവൾക്ക് മെസ്സേജ് അയക്കും ഞാൻ താഴെ റെഡിയായി നിൽക്കുന്നുണ്ട് എന്നും പറഞ്ഞിട്ട്. ഈ സൗണ്ട് കേൾക്കുന്ന അവളുടെ അച്ഛൻ ചോദിക്കും ഇതെന്തോ ഇപ്പോൾ ഒരു പ്രത്യേക സൗണ്ട് കേട്ടേ എന്ന്. ഉടനെ തന്നെ ഷിയാനാണെങ്കിൽ അവിടെ കള്ളം പറയും അത് അലാമിൻ്റെ സൗണ്ടാണ് എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഷിയാനും അതേപോലെ തന്നെ CEOയും കൂടി ഒരുമിച്ച് സ്കൂളിലായിട്ട് വരുന്നയാ. ഇവരെ രണ്ടുപേരും ഒരുമിച്ച് കാണുന്നതും സിക്കി വന്നിട്ട് ചോദിക്കും അല്ല നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിലുണ്ടായിരുന്ന പിണക്കവും പ്രശ്നവും എല്ലാം മാറിയോ, ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണല്ലോ നടക്കുന്നേ. ഇങ്ങനെ ഇവനാണെങ്കിൽ ഇവരെ കളിയാക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ അതിലെ ഷദി പോവും. ഷദിനെ കാണുന്നതും സിക്കിയാണെങ്കിൽ വേഗം തന്നെ അവളുടെ പുറകെ ആയിട്ടങ്ങ് ഓടിപ്പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ക്ലാസ് ടീച്ചർ ആണെങ്കിൽ അവിടെ ക്ലാസ് എടുക്കാൻ വരുന്നതാണ്. അങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് എല്ലാവരും അവിടെ കിടന്ന് ഉറങ്ങാനായിട്ട് തുടങ്ങും. ആ സാറ് പറയാനായിട്ട് തുടങ്ങും നിങ്ങളെല്ലാവരും എന്താ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, ഈ സെമസ്റ്റർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൂഷ്യലാണ്, ഈ സെമസ്റ്ററിൻ്റെ അവസാനം വേണം നിങ്ങൾ ചൂസ് ചെയ്യാൻ, നിങ്ങൾ ആർട്സ് ആണോ സയൻസ് ആണോ എടുക്കാൻ പോകുന്നതെന്ന്. ഇത് കേൾക്കുന്നതും എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഈ സാറാണെങ്കിൽ നമ്മളുടെ CEOനെ വിളിച്ചിട്ട് അവനടുത്ത് പറയും അതായത് ഈ വർഷം ഒരു മാത്സിൻ്റെ കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്, നിൻ്റെ പേര് ഞാൻ കൊടുക്കാനായിട്ടിരിക്കുക, നീ നല്ലതുപോലെ പ്രിപ്പയർ ചെയ്യണം, അതുകൊണ്ട് തന്നെ നീ ഇനി ഉഴപ്പി നടക്കാൻ പാടില്ല എന്ന്. സത്യം പറഞ്ഞാൽ ഈ സാർ ഇങ്ങനെയൊക്കെ പറയുന്നത് അവിടെയുള്ള വേറൊരു ബുജ്ജി ചെറുക്കനുണ്ടല്ലോ കണ്ണാടി വെച്ച അവനും ഇതെല്ലാം കേൾക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഷിയാനാണെങ്കിൽ ക്ലാസ് റൂമിലായിട്ട് വന്നിട്ട് എല്ലാവർക്കും ഇടാൻ പോകുന്ന ടെസ്റ്റ് പേപ്പറിൻ്റെ പേപ്പേഴ്സ് എല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. അവിടെയാണെങ്കിൽ ഈ ചെറുക്കന്മാരൊക്കെ കടന്ന് ഓടുന്നതുകൊണ്ട് നമ്മളുടെ ഷിയാനെ തട്ടിയിട്ടിട്ട് അവളാണെങ്കിൽ അവിടെ ഇരുന്ന് ഒരു ഡയറിക്കകത്ത് കയറി അങ്ങ് ചവിട്ടും. ആ ഡയറി എന്ന് വെച്ചാൽ വേറെ ആരുടെയല്ല നമ്മുടെ ഷദിയുടെ തന്നെ ആയിരുന്നു. അതാണെങ്കിൽ ഇപ്പോൾ അങ്ങ് ചീത്തയായും പോയി. ഇത് കാണുന്നത് നമ്മുടെ സിക്കി വന്നിട്ട് പറയും നീ ഇപ്പോൾ എന്ത് പണിയാണ് കാണിച്ചത്, അത് ഷദിയുടെ ഫേവറേറ്റ് ഡയറിയാണ്, അവൾ നിന്നെ വെച്ചേക്കത്തില്ല. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് ഷദിയും അവളുടെ ഫ്രണ്ടും വരും. ഷദിയാണെങ്കിൽ ഇത് കാണുന്നേ ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ട് അങ്ങ് ഓടിപ്പോവും. അങ്ങനെ തൊട്ടു പുറവേ തന്നെ ഷിയാനും അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓടിപ്പോവും. ഷദ്യ അവിടെ ഭയങ്കര വലിയ വായിൽ കിടന്ന് കരയുമായിരുന്നു. ഷിയാനും ഇത് കാണുന്നേ ഭയങ്കരമായിട്ട് നിലവിളിക്കാൻ തുടങ്ങും. അവസാനം ഓരോന്നൊക്കെ പറഞ്ഞ് ഷിയാൻ എങ്ങനെയെങ്കിലും ഷദ്യയുടെ കൂടെ അങ്ങ് കൂട്ടുകൂടും. അവസാനം ഇവർ രണ്ടുപേരുടെയും പിണക്കൊക്കെ മാറി രണ്ടെണ്ണവും തിരിച്ചു വരും. ഇത് കാണുന്നേ സിക്കിക്കും അതേപോലെ തന്നെ സിയുവയ്ക്കും ഭയങ്കര സന്തോഷമാവും. സിയുവ ആണെങ്കിൽ നമ്മുടെ ഷിയാൻ്റെ അടുത്ത് ചോദിക്കും അല്ല നീ എങ്ങനെയാ ഷദ്യയുടെ ആ ഒരു പിണക്കം മാറ്റിയത്. അപ്പോൾ നമ്മളുടെ ഷിയാൻ പറയും ഞാൻ അവളുടെ മുമ്പിൽ നിന്ന് കരഞ്ഞിട്ടാ അവസാനം അവൾ എൻ്റെ അടുത്ത് മിണ്ടാൻ തന്നെ റെഡി ആയെന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ CEO പറയും ഞാനും നിന്റെ കൂടെ പിണങ്ങിക്കഴിഞ്ഞാൽ നീ എന്നെ ഇതേപോലെ തന്നെ ട്രീറ്റ് ചെയ്യണം, എനിക്കും ഇതേ മെഡിസിൻ തന്നെ വേണം. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാവരോടും ഇരുന്നിട്ട് ഫുഡ് കഴിക്കാൻ നേരത്ത് ഡിസ്കസ് ചെയ്യുന്ന അതായത് സയൻസ് എടുക്കണോ ആർട്സ് എടുക്കണോ എന്ന് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് പെട്ടെന്ന് തന്നെ അവരുടെ കൂട്ടത്തിലായിട്ട് ആ കിക്കി എന്ന് പറയുന്ന പെണ്ണില്ലേ അവൾ വന്ന് ഫുഡ് കഴിക്കാനായിട്ടിരിക്കും. അവളാണെങ്കിൽ വന്നിട്ട് നമ്മുടെ ഷിയാൻ്റെ അടുത്ത് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കും. ഇത് കാണുന്നേ നമ്മളുടെ CEOയ്ക്ക് മനസ്സിലാവും അതായത് മുന്നേ അവന് ലെറ്റർ തന്നത് ഈ പെങ്കൊച്ച് തന്നെയാന്ന്. ഉടനെ തന്നെ നമ്മളുടെ ഈ കിക്കി ആണെങ്കിൽ അവിടെ പറയും CEO നിങ്ങൾ പേടിക്കുക വേണ്ട, നിന്റെ പുറകെ ഇനി ഞാൻ നടക്കത്തില്ല, എനിക്കാണെങ്കിൽ ഇപ്പോൾ ഷിയാനെ മതി, എനിക്ക് അവളുടെ കൂടെ കൂട്ടുകൂടിയാൽ മതി. ഇത് കേൾക്കുന്നേ നമ്മുടെ ഷദ്ദിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല. അവൾ പറയും പറ്റത്തില്ല ഷിയാൻ എൻ്റെതായെന്ന്. ഉടനെ തന്നെ കിക്കി പറയും അങ്ങനെയൊന്നുമില്ല ഷിയാൻ, എനിക്ക് നിൻ്റെ അടുത്ത് പ്രൈവറ്റായിട്ട് സംസാരിക്കണമെന്നും പറഞ്ഞിട്ട് ഷിയാനെ വിളിച്ചുകൊണ്ട് അവൾ അങ്ങ് പോകും. എന്നിട്ട് ഷിയാൻ്റെ അടുത്താണെങ്കിൽ അവൾ പറയും നീ എന്നോട് ക്ഷമിക്കണം, ഞാൻ ആദ്യമേ നിന്നെ യൂസ് ചെയ്തായിരുന്നു. ഉടനെ എന്നെ ഷിയാൻ പറയും അല്ല ഞാനല്ലേ നിൻ്റെ അടുത്ത് സോറി പറയേണ്ടത്. ഉടനെ എന്നെ കിക്കി പറയും നിനക്കൊരു കാര്യം അറിയാവോ, എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ബോയ്സാണ്, അതുകൊണ്ട് തന്നെയാണ് ഞാനാണെങ്കിൽ സിയുവിനെ എൻ്റെ ഫ്രണ്ടാക്കാൻ എന്ന് ആഗ്രഹിച്ചത്. പക്ഷേ നിൻ്റെ കൂടെ കൂട്ടുകൂടിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, നീ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയെന്ന്, എനിക്ക് നിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആക്കിയ കൊള്ളാം എന്നുണ്ട്, എൻ്റെ ഫസ്റ്റിലത്തെ ഗേൾ ഫ്രണ്ട് ആയിരിക്കും നീ. ഉടനെ തന്നെ നമ്മുടെ ഷിയാൻ അവിടെ പറയും അത് പറ്റത്തില്ല, നീ എന്നെ ബെസ്റ്റ് ഫ്രണ്ട് ആക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഷദ്ദിക്ക് അത് ഇഷ്ടപ്പെടത്തില്ല, നീയും ഷദ്ദിയും പിന്നെ
ഭയങ്കര വലിയ ശത്രുക്കളായിരിക്കും. അപ്പം നമ്മളുടെ കിക്കി പറയാം അതൊന്നും എനിക്ക് പ്രശ്നമല്ല, ഞാൻ അതിലൊന്നും ബോധവടെ അല്ല. എന്തൊക്കെയായിരുന്നാലും സീവേനെ പോലെ ഒരു ബോറായിട്ടുള്ള ചെറുക്കനുമായിട്ട് കൂട്ടുകൂടാൻ എനിക്ക് താല്പര്യമില്ല. ഉടനെ തന്നെ നമ്മളുടെ ഷിയാൻ പറയാം ആരാ പറഞ്ഞ് സീവെ ബോറാണെന്ന്, അവൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണെന്ന് പറഞ്ഞിട്ട് അവളും അവിടെ ഇരുന്ന് സംസാരിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഷിയാനാണെങ്കിൽ തിരിച്ച് ക്ലാസ് റൂമിലായിട്ട് എത്തുന്നതാണ്. അവിടെ വരുന്നത് നമ്മളുടെ സീവെ അവളുടെ അടുത്ത് പറയും ഇനി മേല നീ കിക്കിനെ പോലത്തെ ഒരു പെങ്കൊച്ചിന് വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് സംസാരിക്കാനോ അവളുടെ ഗിഫ്റ്റ് ഒന്നും എനിക്ക് തരാനോ നോക്കരുത്, എനിക്കതൊന്നും ഇഷ്ടമല്ല. അപ്പോൾ നമ്മളുടെ ഷിയാൻ പറയും ഓക്കെ ഞാനിനി അങ്ങനെ ഒന്നും ചെയ്തില്ല. അല്ല നിനക്ക് എന്താ അവളെ ഇഷ്ടമല്ലാതെ, അവൾ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ളൊരു പെങ്കൊച്ചല്ലേ. ഉടനെ തന്നെ നമ്മുടെ സിയുവെ പറയും അങ്ങനെയൊന്നുമില്ല, ഞാനങ്ങനെ പോപ്പുലർ ആയിട്ടുള്ള എല്ലാവരുടെ പുറകെ നടക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നീട് എനിക്ക് എൻ്റെ കാര്യങ്ങൾ ചെയ്യാനുള്ള സമയമൊന്നും കാണത്തില്ല. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഷിയാനാണെങ്കിൽ അവരുടെ അടുത്ത് പറയും എന്തായിരുന്നാലും ഞാൻ നിൻ്റെ അടുത്ത് എന്തെങ്കിലും മോശമായിട്ട് ബിഹേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് നീ ക്ഷമിക്കണം. ഇത് കേൾക്കുന്നേ നമ്മളുടെ സിയുവയ്ക്ക് ഭയങ്കര സന്തോഷമാവും. അവൻ പറയും അങ്ങനെ വഴിക്കുക എന്ന്. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കാം. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.